സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ സി പി എം എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണമായിട്ടും വിടും. എന്നിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. കോൺഗ്രസ് പിന്തുണ നൽകും, ബി ജെ പിയുടെ സഹായം കിട്ടും. വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ്. എല്ലാത്തിനും വിരാമമായി. ജി സുധാകരൻ തന്നെ പറഞ്ഞു താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് നിൽക്കുകയാണ്. അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ, അതിൻ്റെ നിലപാടുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. താൻ ആരോടും പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷികളും തൻ്റെ അടുത്ത് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ വന്നിട്ടില്ല. എന്തിനാണ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തന്നെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാപ്രകളാണ് ഈ കഥകളെല്ലാം സൃഷ്ടിച്ചെന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി നേരിട്ട് വന്ന് കാണുന്നു. കഴിഞ്ഞ ദിവസം സി എസ് സുജാത ഉൾപ്പെടെയുള്ള ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നു. അപ്പോഴൊക്കെയും സുധാകരൻ എന്ത് നിലപാടെടുക്കും എന്നുള്ള ഒരു നിർണായക തീരുമാനം അതറിയാനായിട്ട് കേരളീയ ജനത കാത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഇപ്പോഴും ഒരുപാട് മർദ്ദനങ്ങൾ അനുഭവിച്ച് പാർട്ടി അംഗമായ തന്നെ ആരും നിർബന്ധിച്ച് ചേർത്തല്ല, താൻ അതിൻ്റെ മുഴുവൻ ജനാധിപത്യ സ്വഭാവത്തിലും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്നു പറയുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ജി സുധാകരനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മോ കൃത്യമായ പ്ലാനിങ്ങോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു ഓപ്പറേഷൻ നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കരുതിക്കൂടെ നമുക്ക്? ഇതിനകത്ത് ഇപ്പം ജി സുധാകരൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെ, അല്ലെങ്കിൽ എനിക്കത് വിട്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 26 or 21 പാർട്ടി കോൺഗ്രസ് നടന്നിട്ടുണ്ട്. അതിനകത്ത് 15 എണ്ണത്തിനകത്ത് പങ്കെടുത്ത ആളാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ പാർട്ടി പരിപാടിയോ പാർട്ടിയുടെ രീതികളോ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു കാര്യത്തെയും തള്ളിപ്പറയാൻ ഇല്ല. പക്ഷേ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ആലപ്പുഴ ജില്ലയിലെ സർവാധിപതിയാണ്. എനിക്ക് ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ നാസറിനെ ഇന്നലെ കുറ്റം പറഞ്ഞു, ജില്ലാ സെക്രട്ടറിയോ ഇവിടുത്തെ സംവിധാനത്തെ ഒന്നും അംഗീകരിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതിയില്ല. എം എ ബേബി ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രവർത്തിച്ച ആളാണെന്നും കൂടി പുള്ളി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഒന്ന്, സുധാകരൻ മാത്രമാണ് വി എസിൻ്റെ കൂട്ട്, അല്ലെങ്കിൽ ഇനി കേരളത്തിലുള്ള കറ തീർന്ന കമ്മ്യൂണിസ്റ്റ്. സുധാകരനെ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ സുധാകരനെ നിയന്ത്രിക്കാനും സുധാകരനെ ഒഴിവാക്കാനും ആലപ്പുഴ ജില്ലയിലെ ഒരു പാർട്ടി സംവിധാനത്തിനും ഒരു മന്ത്രിക്കും കഴിയുന്ന ഒരവസ്ഥയില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ട്, നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എല്ലാവരും വിചാരിച്ചിട്ടും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ ഈ പാർട്ടി സംവിധാനത്തിനകത്തുനിന്ന് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ബി ജെ പിയോ ആര് വിചാരിച്ചാലും വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. മാത്രവുമല്ല, അയാൾ തന്നെ ഒരുപക്ഷെ പാർട്ടിയെ ഇന്ന് തള്ളിപ്പറയുമെന്ന് കണ്ട് ഇരുന്ന ബി ജെ പിയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാനിരുന്ന കോൺഗ്രസും അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിപ്പറയുന്നത് വലിയ വാർത്തയാക്കാനിരുന്ന മാധ്യമ പ്രവർത്തകർക്കും ഇൻഡയറക്റ്റ് ആയിട്ട് അയാളുടെ മാധ്യമ പ്രവർത്തനം ലൈവായിട്ട് വണ്ടി കൊണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് സി പി എമ്മിനെ പുകഴ്ത്തലാവുന്നു, സി പി എം സംവിധാനത്തെ പുകഴ്ത്തലാവുന്നു, കമ്മ്യൂണിസത്തെ പുകഴ്ത്തലാവുന്നു. ഇതും ഞാനീ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ ഒരു പരിപാടിയാണോ, മമ്മൂട്ടിയെ വെച്ച് ചെയ്തതുപോലെ മോഹൻലാലിനെ വെച്ച് ചെയ്തതുപോലെ ഈ സുധാകരനെയും വെച്ചിട്ട് ഇതിനപ്പുറം ഒന്നുമില്ല, ഇതിനെ മറികടക്കാൻ ഒന്നുമില്ല, ഇതാണ് ശരി, അല്ലെങ്കിൽ ഈ ഭരണമാണ് ശരി, ഈ കമ്മ്യൂണിസമാണ് ശരി എന്ന് വീണ്ടും പറയിച്ചതാണോ, അത്തരത്തിലൊരു പി ആർ വർക്ക് ആണോ എന്ന് പോലും നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും. ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതൊന്നുമല്ലാതെ നേരെ വിപരീതമായിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ, ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഈ എം എ ബേബിയും എല്ലാ സംവിധാനവും അവിടെ കയറി ഇറങ്ങിയിട്ടും അതാണ് നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല. പലപ്പോഴും നമ്മുടെ പിണറായി വിജയൻ പറയുന്നത് ഇന്നലെ ഈ തീരുമാനമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതായിരിക്കുമല്ലോ ഇദ്ദേഹത്തിന് മനസ്സിലിരുന്നു വന്നവരുടെ മനസ്സിൽ ഒന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ പത്രസമ്മേളനം വരെ. നമ്മളും രാവിലെ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണ കൊടുക്കുക എന്നൊക്കെയുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ചെയ്താ അതേ രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടായി. അപ്പം ഇതാണ്. അപ്പൊ ഇതും ഒരു പി ആർ ആണോ എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല ഈ പിണറായി വിജയനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അത്രയും പറയാൻ പറ്റും. ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. സുധാകരൻ ഒരു പാർട്ടിയിലും പോകുന്നില്ല. പക്ഷേ സുധാകരൻ തന്നെയാണ് ശരി എന്ന് അദ്ദേഹം ഊട്ടിയുറപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം ആ പാർട്ടി സംവിധാനവും ശരിയാണെന്നാണ് പുള്ളിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. സാർ, അങ്ങനെ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിനെ കാണുന്നത്? കാരണം മാധ്യമങ്ങളാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അതെ. പ്രത്യേകിച്ച് മാപ്ര എന്ന് നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ എന്ത് ന്യൂസ് വന്നു കഴിഞ്ഞാലും വളച്ചൊടിച്ചിട്ടാണ് അവർ കാണിക്കുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ നല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് ഇപ്പോൾ
നമ്മൾ കുറെ നേരം ഇറാനൊക്കെയാണല്ലോ ഡിസ്കസ് ചെയ്തത്. അതെ അതെ ആ കാര്യത്തിൽ തന്നെ ഒരിക്കലും നേരായിട്ടൊരു വാർത്ത കൊടുക്കരുതെന്ന് വാശിയോ നിർബന്ധമുള്ള പോലെയാണ് മാപ്രകൾ പെരുമാറാറ്. ഏതായാലും എല്ലാ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇമേജ് നിലനിർത്തുന്ന രീതിയിലാണ് ഇദ്ദേഹം പെരുമാറിയ കാര്യം. അവരൊക്കെ ആയിട്ട് വഴക്കാണ്, പക്ഷെ എന്നാലും പാർട്ടിയോടുള്ള കൂറും ആ ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നല്ല ഇമേജ് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണിത്. കാരണം ഈ അമ്പലം മറ്റേ ശബരിമലയുടെ പേരിലും മറ്റു രീതികളിലൊക്കെ വളരെ നാണം കെട്ട് നിൽക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ നാണം കെടുത്താത്ത രീതിയിൽ ഒരാൾക്കെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് സംസാരിക്കാൻ കഴിയുന്നത് ആ പാർട്ടിക്ക് ഒരു പക്ഷേ വലിയ നേട്ടമായിരിക്കും. പിന്നെ മാത്രമല്ല ബാക്കി പലരും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും തർക്കിച്ച് വഴക്കുണ്ടാക്കി പുറത്തു പോയി കഴിഞ്ഞിട്ട് ഉടനെ വേറെ പാർട്ടി ചേർന്ന് അടുത്ത ഇലക്ഷന് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ എം വി രാഘവനൊക്കെ ആണെങ്കിലും പാർട്ടിയിൽ നിന്ന് പോകുന്ന ഉടനെ അടുത്ത ഇലക്ഷൻ വന്നപ്പോഴേക്കും വേറെ പാർട്ടി ചേർന്ന് മത്സരിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജോണും എല്ലാവരും. അപ്പം എല്ലാവരും ഒക്കെ ആരെയും കുറ്റം പറയാനില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. പക്ഷേ ഹീസ് ആൻ എക്സെപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇമേജിന് അല്പം ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരിക്കുന്നത്. തരം താഴ്ന്ന ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന പിന്നെ ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനം അത് വളരെ വളരെ ഗുണകരമാകുന്ന ആ പാർട്ടിക്കാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ സുധാകരൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. തൻ്റെ അച്ഛനെ വരെ ചീത്ത പറയാനായിട്ട് പാർട്ടിയിലെ ചില ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ തയ്യാറായി. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അടിയന്തരാവസ്ഥ കാലത്ത് SFIയുടെ തലപ്പത്ത് നിന്ന് പ്രവർത്തിച്ച തന്നെ ക്രൂരമായി പോലീസ് അന്ന് മർദ്ദിച്ചിരുന്നു. എന്നിട്ട് അതിനെയൊക്കെ അതിജീവിച്ചാണ് വന്നത്. മാത്രമല്ല ആലപ്പുഴ, ഞാൻ ഈ പ്രത്യയശാസ്ത്രമൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ആലപ്പുഴയിലെ ഓരോ പഞ്ചായത്തിലും ഞാൻ പോയി പാർട്ടി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഈ താൻ പ്രമാണിത്വം ഈ പാർട്ടിക്ക് വലിയ ദോഷകരമാണെന്ന് പറയുന്നുണ്ട്. അതായത് ഗാന്ധിജിയെ പോലെയുള്ള ആദർശങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നിലപാടുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കൈക്കൊള്ളണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. മാത്രമല്ല ഞാൻ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്നൊന്നും പറയില്ല. അപ്പോൾ കൃത്യമായിട്ട് കൊള്ളേണ്ടവരെ ലക്ഷ്യമിട്ട് ചില അമ്പുകൾ വെയ്യുന്നുണ്ട്. MA ബേബിക്കൊപ്പം പ്രവർത്തിച്ചതാണ്, പിണറായി വിജയൻ്റെ സമകാലികനാണ് എന്ന് പറഞ്ഞാൽ നിലവിൽ ആലപ്പുഴയിലെ CPM-നെ നിയന്ത്രിക്കുന്ന മന്ത്രി സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ, H സലാം എന്ന് പറയുന്ന അമ്പലപ്പുഴയിലെ MLA ഇവരൊക്കെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. തന്നെ കഴിഞ്ഞ 5 വർഷവും ഈ പാർട്ടി പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ച് അല്ലെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് മാത്രമാണ് ഇനിയും താൻ മുന്നോട്ട് പോവുകയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ജി സുധാകരൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ അല്ലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ സുപ്രധാനമായ ചില പദവികളിലേക്കൊക്കെ ജി സുധാകരൻ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞൂടെ അല്ലേ? അതിനകത്ത് സുധാകരനെ സുപ്രധാനമായിട്ടുള്ള പദവി എന്ന് പറയുമ്പോൾ അദ്ദേഹം മെമ്പർഷിപ്പ് പോലും പുതുക്കിയിട്ടില്ല. നാളെ പുതുക്കുമോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അതും അയാൾ ബുദ്ധിപൂർവ്വമാണ്. വളരെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു? അതെ, ഇദ്ദേഹം ഇന്ന് ഇതൊക്കെ നടന്നതിന് മുമ്പേ കൂട്ടി പുറത്താക്കാൻ പാർട്ടി ഇമേജ് അതും അദ്ദേഹം അനുവദിച്ചില്ല. ഏതായാലും ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുന്നവർ ചില വാർത്തകൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ യുദ്ധമായാലും അവരുടെ യുദ്ധമാണ്, രാഷ്ട്രീയമായാലും അവരുടെ രാഷ്ട്രീയമാണ്, മുഖ്യമന്ത്രി ആയാലും അവർ തീരുമാനിക്കുന്നതാണ് മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടാ എന്ന് പിണറായി വിജയൻ പറഞ്ഞതും ഇപ്പം യാഥാർത്ഥ്യമാക്കി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് ഈ ഒരു പത്രസമ്മേളനത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാധ്യമം ആഗ്രഹിക്കുന്നത് അടുത്ത പ്രാവശ്യം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വരാതിരിക്കുന്നതിനും അതിനകത്തെ കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാത്തതും കൂടി വലിച്ച് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിനും വേണ്ടി സുധാകരനെ പോലുള്ളവരെ ഉപയോഗിക്കും. പിന്നെ വേറെ കാര്യമുണ്ട് സാറേ, അതുകൂടെ പറഞ്ഞ നിർത്തേക്ക സമയം പറയും. സുധാകരൻ ഇപ്പൊ പോയാൽ സുധാകരൻ തീർന്നു. സുധാകരന്റെ കൂടെ പോകുന്ന ആരൊക്കെയാ? ശശി, ആലോചിച്ച് നോക്കി, ശശിയുടെ ഇമേജ് എത്ര, PK ശശിയുടെ ഇമേജ് എത്ര, ശശി, പിന്നെ ഈ VS അച്യുതാനന്ദന്റെ ഒരു സെക്രട്ടറി, പിന്നെ നമ്മുടെ തമാശക്കാരൻ അവരുടെ പേരെന്നാ, പ്രേംകുമാർ. ഇവരുടെ കൂടാണ് ഇദ്ദേഹം പോകേണ്ടത്. അവരുടെ നിലവാരവും ഈ നിലവാരം തീർന്നില്ലേ? സുധാകരൻ ഇപ്പം ഈ പാർട്ടി വിട്ട് വാശിക്ക് പോയായിരുന്നേൽ സുധാകരന്റെ കൂടെ എഴുതി പാർട്ടി വിട്ടവരുടെ പേര് സാറൊന്ന് ആലോചിക്കും. സുധാകരനെ ചെയ്യുമെന്ന് തോന്നില്ല. സുധാകരൻ ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. എന്നാൽ ഞാൻ VS-ന് ശേഷം സംശുദ്ധ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി ആൾക്കാർ ഉറക്കെ പറയുന്ന പേര് പിണറായിക്കപ്പുറം പോലും സുധാകരൻ്റെ തന്നെ. അതായത് പാർട്ടിക്കെതിരെ ഒന്നും പറയാനില്ല, ജയം സാധ്യത ഉറപ്പുള്ളവരെ മത്സരിപ്പിക്കണം എന്നും കൂടി പറഞ്ഞാണ് ജി സുധാകരൻ തന്റെ വാർത്താ സമ്മേളനം നിർത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.